നക്ഷത്രങ്ങളൊക്കെ ഇപ്പൊ പറന്നു പോകുന്ന തോന്നുന്നു. ശരിയാ ശരിയാ, ആ ബിച്ചു കഷ്ടപ്പെട്ട ഈ നക്ഷത്രങ്ങളൊക്കെ തൂക്കിയത്. ഓ ഇപ്പൊ പറന്നു പോയാനെ. അവൻ ഇത് എവിടെ പോയി? ഇതിന്റെ മുകളിൽ കയറാൻ എനിക്ക് പറ്റില്ലല്ലോ. ബിച്ചുവിന് ഇവിടെ പണിയുണ്ട്, നിങ്ങൾ തന്നെ കേറ് മനുഷ്യ. പെങ്ങളൊന്ന് പറഞ്ഞപ്പോഴേക്ക് വലിയ മോളിലെത്തിയല്ലേ. പക്ഷെ ഇതിന്റെ മുകളിൽ കയറാൻ എനിക്ക് പറ്റില്ല, എനിക്ക് പേടിയാ. എടാ ബിച്ചു നീ എവിടെയാ? അപ്പൂപ്പ ക്രിസ്മസ് അപ്പൂപ്പ, ആടിപ്പാടാ നീ വരില്ലേ ക്രിസ്മസ് അപ്പൂപ്പ. ഞാൻ എവിടെയും പോയിട്ടില്ല, ആന്റി പറഞ്ഞില്ലേ, ഞാൻ സ്വല്പം തിരക്കില്ല. ഓ നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്നിട്ടാണോ എന്നെ ഈ മരത്തിന്റെ മുകളിൽ കയറ്റിയത്? ഞാൻ കേറ്റിയതല്ലോ, മാമൻ തന്നെ കയറിയതല്ലേ. എന്റെ ബലൂൺ എന്തേ ആന്റി? എന്റെ ബലൂൺ കണ്ടോ? മാമൻ കണ്ടോ എന്റെ ബലൂൺ? ബലൂൺ അല്ലാതെ നിന്റെ കയ്യിൽ എന്താ? ഓലപ്പടക്കം വല്ലതാണോ? അതിന് മാമൻ എന്തിനാ ചൂടാവുന്നേ? ഇതൊന്നുമല്ല, ഞാൻ പറഞ്ഞ സാന്താക്ലോസ് എഴുതിയ ബലൂൺ ഉണ്ടായിരുന്നു, അതില് ഹാപ്പി ക്രിസ്മസും ഉണ്ടായിരുന്നു. എനിക്കത് വേണം. മോനെ, ആ ബലൂൺ ചിറ്റപ്പൻ അപ്പുറത്തെ വീട്ടിലെ പാവ കൊച്ചിന് കൊടുത്തു. അവർക്കും വേണ്ടേ ഒരു സന്തോഷം. എന്റെ ബലൂൺ കൊണ്ടേ കളച്ചേക്കുവാ, ഞാൻ പോകുവാ. എനിക്ക് കരോളിന് സമയായി. കൊച്ചിന് കൊടുത്തതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല, അല്ലെങ്കിൽ എന്റെ സ്വഭാവം ചിറ്റപ്പൻ കണ്ടാനെ. നല്ല ബലൂണായിരുന്നു. ഞാൻ പോകട്ടെ ആന്റി. പാവം കരഞ്ഞോണ്ട് എന്റെ ചെറുക്കൻ പോകുന്നേ. മനുഷ്യ, അവൻ തിരിച്ചു വരുമ്പോഴേക്കും അവന്റെ ബലൂൺ മേടിച്ചു വെക്ക് കേട്ടോ. ഈ വീട്ടിലൊന്ന് കേറി നോക്കാം, ആരെയും കാണുന്നില്ലല്ലോ. ചേട്ടാ ചേച്ചി, ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? കരോൾക്കാര് വന്നിട്ടുണ്ട്, വാതില് തുറക്കണേ. ഓ, നക്ഷത്രമൊക്കെ കാണുന്നുണ്ട്. അപ്പൂപ്പ അപ്പൂപ്പ ക്രിസ്മസ് അപ്പൂപ്പ, ആടിപ്പാടാ നീ വരില്ലേ ക്രിസ്മസ് അപ്പൂപ്പ. ഹൊയ് അപ്പൂപ്പ അപ്പൂപ്പ ക്രിസ്മസ് അപ്പൂപ്പ, ആടിപ്പാടാ നീ വരില്ലേ ക്രിസ്മസ് അപ്പൂപ്പ. ആരാടാ പുറത്ത് വെള്ളം വെക്കുന്നത്? അപ്പൂപ്പ അപ്പൂപ്പ ക്രിസ്മസ് അപ്പൂപ്പ. നിന്നൊച്ച വെക്കാതെ ഇറങ്ങി പോടാ, പട്ടി അയച്ചു വിടുഞ്ഞ്. അയ്യോ അത് കേട്ടാ, ഞാൻ പൊക്കോളാം. ഈ ഇത്തിരി പ്രശ്നക്കാരനാണെന്നാ തോന്നുന്നേ. വേറെ വീട്ടിലേക്ക് പോവാം, അല്ലെങ്കിൽ വേറൊരു പാട്ട് പാടി നോക്കിയാലോ. ചേട്ടാ, എന്റെ വേറൊരു പാട്ടുണ്ട്, അത് പാടട്ടെ. സൺഡേ സൺഡേ വന്നട്ടെ, ക്രിസ്മസ് വന്നല്ലോ, സാറേ സാറേ തന്നാട്ടെ, സമ്മാനം തന്നാട്ടെ. ക്രിസ്മസ് വന്നല്ലോ, സംഭാവന തന്നാട്ടെ. ക്രിസ്മസ് വന്നല്ലോ, സംഭാവന തന്നാട്ടെ. സാറേ വന്നാട്ടെ, സംഭാവന തന്നാട്ടെ. നിന്നോടല്ലടാ പോവാൻ പറഞ്ഞത്. ദേ പോയി. അവിടുന്ന് തല്ലി കിട്ടാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം. ഇനി എവിടെ തെറ്റി നടക്കാൻ നിൽക്കണ്ട, വേഗം വീട്ടിലേക്ക് പോയേക്കാം. അതെന്താ ആകാശത്തു നിന്നൊരു സാധനം വരുന്നത്? Wish you a Merry Christmas, we wish you a Merry Christmas, oh wish you a Merry Christmas, ആരാ? എന്താ വേണ്ടേ? എന്ത് ചോദിച്ചാലും ചിരിയോ? ഭക്ഷണം വല്ലതും വേണമെങ്കിൽ വീട്ടിലേക്ക് വന്നാൽ തരാം. ഇതെന്താ എന്ത് പറഞ്ഞാലും ചിരിക്കുന്നത്? എന്റെ ചെറുക്കൻ വിഷമിച്ചാ പോയേക്കുന്ന കരോളിന്. അവൻ വരുമ്പോഴേക്കും കേക്ക് ഉണ്ടാക്കി കൊടുക്കണം. അവൻ കരോളിനല്ലേ പോയേക്കുന്നേ, എന്തായാലും രാത്രി ആയിട്ടേ വരൂ. അത് ശരിയാ. എങ്കിൽ ശരി, വാ, നമുക്ക് രണ്ടുപേർക്കും കൂടി പോകാം എന്റെ വീട്ടിലേക്ക്. എന്തിനാടി ഇനി എപ്പോഴും അവന് കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നേ? ക്രിസ്മസിന് പിന്നെ കേക്ക് അല്ലാതെ പായസമാണോ മനുഷ്യ ഉണ്ടാക്കുന്നേ? എന്റെ ചെറുക്കൻ ഇപ്പൊ വരും. കേക്ക് എവിടെ ആന്റിന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എന്താ കൊടുക്ക? മാമാ, ഞാൻ എത്തി. നോക്കി ആരാ എന്റെ കൂടെ ഉള്ളതെന്ന്. ഇതാരാ മോനെ ഈ അപ്പൂപ്പൻ? എന്താ വെച്ചു, കരോള് പാടാൻ നിനക്ക് കൂട്ടിന് ഒരാളെ കിട്ടിയല്ലോ. ഇത് കരോള് പാടാൻ വന്ന അപ്പൂപ്പനല്ല, ഇത് ആകാശത്തുനിന്ന് വന്ന അപ്പൂപ്പനാ. ആകാശത്തുനിന്ന് വന്ന അപ്പൂപ്പനോ? ആകാശത്തുനിന്ന് വരാൻ ഇങ്ങേരെന്താ അപ്പൂപ്പൻ താടിയോ മറ്റോ ആണോ? ശരിയാ, താടിയുണ്ട്, അപ്പൂപ്പനുമുണ്ട്. ഇത് അപ്പൂപ്പൻ താടി തന്നെ. എന്താ മോനെ, ഈ അപ്പൂപ്പനെ കൂട്ടാനാണോ നീ കരോള് പാടാനെന്നും പറഞ്ഞ് രാവിലെ എന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയത്? അത് പിന്നെ ഞാനൊരു വീട്ടിൽ
വീട്ടിൽ ചെന്ന് കരോള് പാടിയപ്പോ അങ്ങേര് പട്ടി അയച്ചുവിടുക പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ തിരിച്ചു പോരുമ്പോ വഴിയിൽ നിൽക്കായി അപ്പൂപ്പൻ. ഞാൻ വിശന്നിരിക്കായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി ഈ അപ്പൂപ്പനെയും കൂടി കൂട്ടാന്ന്. അങ്ങനെയാ എന്റെ കൂടെ കൂടിയത്. അതെന്തായാലും നന്നായി മോനെ. വിശന്നിരിക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നത് നല്ലതാ. ദൈവത്തിന്റെ പുണ്യം കിട്ടും. പിന്നെ ആന്റിയുടെ കയ്യിൽ നിന്ന് കേക്കും കിട്ടും അല്ലേ ആന്റി? കിട്ടും കിട്ടും. മിണ്ടാതിരുന്നു അങ്ങോട്ട്. നല്ല മണം വരുന്നുണ്ട്. ഇങ്ങ് താ ആന്റി, വിശത്തിട്ട് പാടില്ല. അല്ലെങ്കിൽ വേണ്ട, ആദ്യം നമ്മുടെ അപ്പൂപ്പന് കൊടുക്ക്. അപ്പൂപ്പൻ വിശന്നിരിക്കല്ലേ. അപ്പൂപ്പന് കൊടുക്ക ആന്റി. അപ്പൂപ്പ അപ്പൂപ്പ ഇതാ കഴിച്ചോ. കൊള്ളാം, സൂപ്പർ കേക്ക്. നാം സംപ്രീതരായിരിക്കുന്നു. നിങ്ങൾക്ക് ഞാനൊരു സമ്മാനം തരാം. പിച്ചു, ഇതാ നോക്കൂ. ഇതെന്താ സമ്മാനപ്പൊതിയോ? ഇത് ശരിക്കും സാന്തയാണ് പിച്ചു. ആ, നമ്മുടെ വീട്ടിൽ ശാന്ത വന്നേ. ശാന്തയോ? ശാന്തയല്ല, സാന്താക്ലോസ്. ഇത് ശരിക്കും ക്രിസ്മസ് അപ്പൂപ്പനാ. പിച്ചു, ശാന്ത പോകുന്നതിന് മുമ്പ് കുറച്ച് കാശ് ചോദിക്കും മോനെ. ക്രിസ്മസ് അപ്പൂപ്പ പറഞ്ഞപ്പോഴേക്കും കാശ് വന്നല്ലോ. ഇതെന്താ പെട്ടി നിറയെ കാശോ? ഓ, ശാന്തയെ സന്തോഷമായി. ശാന്ത പോവുകയാണല്ലോ. ഇതാ നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള സമ്മാനം ഞാൻ തന്നിട്ടുണ്ട്. ഞാൻ സമ്മാനം തരാൻ വന്നതാണ്. എനിക്ക് മറ്റു വീടുകളിലും സമ്മാനം കൊടുക്കാൻ സമയമായി. ഞാൻ പോട്ടെ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് സാന്താക്ലോസ്. ഹാപ്പി ക്രിസ്മസ്. മോനെ പിച്ചു, നീ കരോള് പാടാൻ പോയിട്ട് എന്തായാലും നല്ലൊരു സാന്തയെ തന്നെ കൊണ്ടുവന്നല്ലോ. അതെ അതെ, നമുക്ക് കുറെ സമ്മാനങ്ങൾ തന്നു. എന്നാലും സാന്ത എന്താ നമ്മുടെ വീട്ടിലേക്ക് വന്നത്? അതെന്താണെന്ന് സാന്റ എന്നോട് പറഞ്ഞു മാമ. എന്റെ ബലൂൺ കൊണ്ടുപോയി അപ്പുറത്തെ വീട്ടിലെ കുട്ടികൾക്ക് കളിക്കാൻ കൊടുത്തില്ലേ, അത് സാന്താക്ലോസിന് ഇഷ്ടമായെന്ന്. അതുകൊണ്ട് ഹാപ്പി ന്യൂ ഇയർ പറയാൻ വന്നതാ.